എനിക്ക് എൻ്റെ മുന്നിൽ എപ്പോഴും ഒരു മാർപ്പാപ്പയുടെ ഓർമ്മയാണ് എനിക്ക് സെമിനെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. പാലിൽ പതിവായി വെള്ളം ചേർത്ത് നൽകിയിരുന്ന പാൽക്കാരനോട് നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ ഒരു ഫലിതമുണ്ട്. ഒരു ദിവസം തിരുമേനി പാൽക്കാരൻ്റെ കയ്യിൽ 2 കുപ്പി നൽകി. ഇതെന്തിനാ തിരുമേനി 2 കുപ്പി? നീ പാൽ ഒരു കുപ്പിയിലും അതിൽ ചേർക്കാനുള്ള വെള്ളം 2ാമത്തെ കുപ്പിയിലും നൽകണം. ഞാനിവിടെ മിക്സ് ചെയ്തു കൊള്ളാം. ഇതേ ഗായികയും സ്ഥാനാർത്ഥിയുമായ ദലീമയോടും ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളൊരു താലത്തിൽ മാർപ്പാപ്പയെയും മറ്റൊരു താലത്തിൽ പിണറായി വിജയനെയും വെച്ച് തരിക. ഞങ്ങൾ ആവശ്യത്തിന് മിക്സ് ചെയ്തു കൊള്ളാം. ദയവ് ചെയ്ത് ദലീമ പിണറായി വിജയനെ മാർപ്പാപ്പയിൽ മിക്സ് ചെയ്യല്ലേ. കർത്താവ് പോലും പൊറുക്കില്ല കുഞ്ഞെ. പിന്നല്ലേ വിശ്വാസികൾ. തള്ളിമറിക്കുന്നതിനും സ്തുതി പാടുന്നതിനും പൊങ്ങച്ചം പറയുന്നതിനും ഒരല്പം വകതിരിവ് വേണ്ടേ ദലീമേ? ഇതൊരുമാതിരി നാണം കെട്ട പുകഴ്ത്തലായിപ്പോയി. നാറിയത് ദലീമയോ പിണറായി വിജയനോ അല്ല, ഒരു വിശ്വാസ സമൂഹമാണ്. പിണറായി വിജയൻ മാർപ്പാപ്പയെ പോലെയാണ് ദലീമയ്ക്ക്. പിണറായി പാപ്പ മോറിയ. 3ാം തവണയും മത്സരിക്കാൻ ചാൻസ് കിട്ടിയതോടെ പിണറായി വിജയനെ മാർപ്പാപ്പയാണെന്ന് തോന്നുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഒരു ലോകത്തെ ഒരു നാടിനെ ഇത്രയും ശക്തനായിട്ടുള്ളൊരു നേതാവ്. ആ പാദം കഴുകി വെള്ളം കുടിച്ചാലും നാട്ടുകാർക്കൊന്നുമില്ല എന്ന് കരുതി വോട്ട് ചെയ്യുന്ന ജനത്തെ ഇങ്ങനെ പുച്ഛിച്ചേക്കരുത്. പിണറായി വിജയന്റെ ഗുണഗണങ്ങൾ പറയുന്നത് കേട്ടാൽ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കൂ. ഒരു വാക്കിൽ പോലും ഒരു പാഴായ വാക്ക് കടന്നു വരാറില്ലത്തെ. ഞാൻ ആരാധനയോടും ബഹുമാനത്തോടെയും കാണുന്ന മനുഷ്യനാ. കർത്താവിൻ്റെ രൂപമൊന്നും ദലീമയുടെ മനസ്സിൽ വരാറേയില്ല. പകരം പിണറായി മാർപ്പാപ്പയായി മുന്നിൽ വന്നങ്ങ് നിൽക്കുകയാണ്. ഒരു ജനപ്രതിനിധി ഇത്രയൊക്കെ അധപ്പതിക്കാമോ എന്നൊന്നും ഈ പാവം പാട്ടുകാരിയോടെ ചോദിച്ചേക്കരുത്. വയറ്റിപ്പിഴപ്പാണ് സാർ. പിണറായി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം സൂര്യനായിരുന്നു. വാസവന് ദൈവത്തിൻ്റെ അവതാരമായിരുന്നു. വീണയ്ക്ക് കപ്പിത്താനാണ്. ബിന്ദുവിന് ജൈവ ബുദ്ധിജീവിയാണ്. അടിമകൾക്ക് ക്യാപ്റ്റനാണ്. അപ്പോൾ പിന്നെ പാട്ടുകൊണ്ട് മാത്രം കഴിഞ്ഞുകൂടിയിരുന്ന ദലീമയെ MLA ആക്കി ഉയർത്തി വീണ്ടും സീറ്റ് നൽകിയ പിണറായി വിജയനെ ആരോട് വേണമെങ്കിലും ഉപമിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പിണറായിയെപ്പറ്റി ദലീമ നടത്തിയ നിരീക്ഷണമാണ് ഏറെ വിചിത്രം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒക്കെ നമ്മൾ എല്ലാം ഒരു വാക്കിൽ പോലും ഒരു പാഴായ ഒരു വാക്ക് കടന്നു വരാറില്ല അദ്ദേഹം സംസാരിക്കുമ്പോൾ പോലും. പിണറായിയുടെ ഒരു വാക്കുപോലും പാഴാകില്ലത്രേ. മറ്റുള്ളവരെ തെറി പറയുന്ന ആരുടെയും വാക്ക് പാഴാകില്ല. പരനാറി എന്ന് വിളിച്ചാൽ അതിൽ പാഴായ ഒരക്ഷരം പോലും ഉണ്ടാകില്ല. നികൃഷ്ട ജീവി എന്ന് വിളിച്ചാലും കുലംകുത്തി എന്ന് വിളിച്ചാലും വല്ല പാഴായ അക്ഷരവുമുണ്ടോ? വർഗവഞ്ചകനിൽ എന്തൊരു ഇമ്പമാണ്. വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറഞ്ഞാലും എന്തൊരു വ്യക്തതയാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്കുപോലും പാഴാകില്ലെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ സ്ത്രീക്ക് വല്ല രാഷ്ട്രീയ പാരമ്പര്യവുമുണ്ടോ? വല്ല രാഷ്ട്രീയ ബോധ്യവുമുണ്ടോ? മനുഷ്യരെന്താണെന്ന് ഇവർ പുറത്തിറങ്ങി മനസ്സിലാക്കിയിട്ടുണ്ടോ? പിണറായി സേവയും ഭക്തിയുമായി നടന്ന് സ്വന്തം കാര്യം നോക്കുക. ഇത് കേട്ട ഒറിജിനൽ മാർപ്പാപ്പ ഈ ലോകത്തോട് തന്നെ മാപ്പ് പറയേണ്ടി വരും. ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ദയാരഹിതനായ ഒരു മനുഷ്യനോട് തന്നെ താരതമ്യം ചെയ്തു പോയ കുറ്റത്തിന്. ഒരു രൂപക്കൂട്ടിലടച്ച് പിണറായി വിജയനെ ദലീമ വീട്ടിൽ കൊണ്ടുപോയി ആരാധിക്കുക. ശരിക്കും പിണറായി വിജയനെ കളിയാക്കിയതാണോ മാർപ്പാപ്പയെ നിന്ദിച്ചതാണോ ഈ ദലീമ? ഇത്രയൊക്കെ പരമാവധി ബുദ്ധിയുള്ളവരെ മാത്രമേ ഈ പാർട്ടിയിൽ ഇപ്പോൾ എടുക്കാറുള്ളൂ. ഞാനങ്ങ് സ്നേഹിക്കുകയാണത്രേ പിണറായി വിജയനെ. ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞ ധൂർത്തനായ ധിക്കാരിയായ ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇന്നു വരെ കണ്ടിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ പുറത്തൊക്കെ ഇറങ്ങി മനുഷ്യനെ ഒന്ന് കാണണം ദലീമേ. കമ്മികൾക്കൊപ്പമുള്ള സഹവാസം മാത്രം പോരാ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം. ഇങ്ങനെ ഒരു MLA അരൂരിൽ ഉണ്ടെന്ന് ഇപ്പോഴായിരിക്കും ആ നാട്ടുകാർ പോലും അറിയുന്നത്. ക്രിസ്ത്യാനികളുടെ ആത്മീയ പിതാവായ മാർപ്പാപ്പയെ നിന്ദിച്ചതിലൂടെ വിശ്വാസികളെയാണ് ഈ ദലീമ നിന്ദിച്ചത്. നികൃഷ്ടജീവി എന്ന് ഒരു ബിഷപ്പിനെ വിളിച്ച പുള്ളിയാണിത്. ചെറ്റത്തരമെന്ന പിണറായിയുടെ ചാരുതയാർന്ന പ്രയോഗം നോക്കൂ. ഒരക്ഷരം പോലും വേസ്റ്റ് ആയിട്ടില്ല. എന്തായാലും ഈ പറഞ്ഞത് ദലീമ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്നാണ് വിശ്വാസികൾ പറയുന്നത്. പിണറായിയെപ്പറ്റി മുൻപൊരാൾ പറഞ്ഞത് ഇദ്ദേഹം പിതൃതുല്യനാണെന്നാണ്. അതേയാൾ ഇപ്പോൾ ബേപ്പൂരിൽ ചെന്ന് പറയുന്നത് കൊള്ളസംഘത്തിൻ്റെ തലവനാണ് പിണറായി എന്നാണ്. പിണറായി എന്നാൽ പിണറായിസവും മരുമോനിസവുമാണെന്നാണ്. EMSനും നായനാർക്കും VSനും ഇല്ലാതെ പോയ കുറവ് ഇതൊക്കെ തന്നെയായിരുന്നു. അവരെ ആരും വിശുദ്ധ പശുവിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയില്ല. സഖാവെ എന്ന ഒരൊറ്റ വിളിയിൽ അവർ സംതൃപ്തരായിരുന്നു. തിരിച്ച് വിളിക്കുന്ന മനുഷ്യരും സംതൃപ്തരായി. പാർട്ടിക്കപ്പുറം പ്രതിഷ്ഠകളാകാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല അവരൊന്നും. മാർപ്പാപ്പ ഏതെങ്കിലും സ്വർണ്ണക്കുരിശ് ചെമ്പാക്കിയോ ദലീമേ?
ചോദ്യം ചോദിച്ച ഏതെങ്കിലും വിശ്വാസിയോട് അത് തൻ്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞോ? ബാങ്ക് കട്ടവന്മാരെയും ദേവാലയ കൊള്ളക്കാരെയും മാർപ്പാപ്പ സംരക്ഷിച്ചോ? സ്വന്തം കുടുംബത്തിൻ്റെ ക്ഷേമം മാത്രം നോക്കി ഏതെങ്കിലും കരിമണലുകാരൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി മകൾക്ക് കൊടുത്തോ? ഇട്ടാവട്ടം ഒരു ലോകമാണെന്നും സ്വന്തം തലയാണ് വിശ്വത്തിലെ ഏറ്റവും മുന്തിയ ശിരസെന്നും കാണിക്കാൻ സഭയുടെ കാശെടുത്ത് മാർപ്പാപ്പ പരസ്യം ചെയ്തോ? അടുത്ത് ചെല്ലുന്നവരോട് മാറി നിൽക്കൂ, കടക്കൂ പുറത്ത് എന്നൊക്കെ പറഞ്ഞോ? വിധേയത്വവും അടിമത്വവും തിരഞ്ഞെടുക്കാനും സ്വീകരിക്കാനും ദലീമയ്ക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ് ഇങ്ങനെ പിണറായി മാർപ്പാപ്പയായി വന്നു നിൽക്കുന്നത്. അല്ലാത്തവർക്കൊക്കെ ഈ മനുഷ്യൻ ഇപ്പോൾ വെറും നുണറായിയാണ്. ജനശത്രുവായി മാറിയ ഒരാളെ മാർപ്പാപ്പയോട് ഉപമിച്ചത് തെറ്റു തന്നെയാണ്. മാർപ്പാപ്പയുടെ പ്രതിനിധിയെ പിണറായി വിളിച്ചത് നികൃഷ്ടജീവി എന്നായിരുന്നു. ചാരുതയാർന്ന ചെറ്റത്തരങ്ങൾ അങ്ങനെ എത്രയോ ഉണ്ട്. ഇങ്ങനെ ഉളുപ്പില്ലാതെ ഓരോന്ന് എഴുന്നള്ളിക്കാൻ വകതിരിവും നാണവും ഒന്നുമില്ലേ ദലീമേ? സത്യത്തിൽ ഈ സ്ത്രീയോട് പുച്ഛമാണ് തോന്നുന്നത്. ഇവരുടെ വർത്തമാനം കേട്ട് അയ്യേ നാണമില്ലേ എന്ന് ചോദിക്കുന്നവരാണ് ഏറെയും. തമ്പ്രാന്റെ അടിമയല്ലാത്ത ഒരൊറ്റ എണ്ണത്തിനെ കാണിക്കാമോ ഈ പാർട്ടിക്കുള്ളിൽ? പിണറായി ഒന്നാമൻ മാർപ്പാപ്പ, രണ്ടാമൻ മാർപ്പാപ്പ, ഇനി വരാനുള്ളത് മൂന്നാമൻ മാർപ്പാപ്പ. അതിനുള്ള ധൂപ പ്രാർത്ഥനയിലാണ് ദലീമ. ജനത്തിൻ്റെ കറുത്ത പുക കണ്ടേ ഈ സ്ത്രീക്കും തൃപ്തി വരൂ. ഇങ്ങനെ വിഡ്ഢിത്തരം പറയുന്ന ഒരു പാട്ടുകാരിയാണോ ദലീമ? ഇത്തവണ പാട്ടും പാടി കടപ്പുറത്തു കൂടി നടക്കേണ്ടി വരുമോ എന്തോ? ലോകത്തെവിടെയും കത്തോലിക്ക സഭയുടെ ശത്രുക്കളാണ് കമ്മ്യൂണിസ്റ്റുകൾ. ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ തലവനെ ഇതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയോട് ഉപമിക്കാൻ ചില്ലറ തൊലിക്കട്ടി പോരാ. ഇതല്പം കടന്ന കൈയായിപ്പോയി ഈ പാട്ടുകാരി. ഈ വിഷയത്തിൽ ജോണി താന്നിക്കപ്പാറ എന്നൊരാൾ ഇങ്ങനെ കുറിച്ചു: മുത്തുകളെടുത്ത് പന്നിക്ക് കൊടുക്കരുത് എന്നൊരു ബൈബിൾ വചനമുണ്ട്. അത് ദലീമയ്ക്ക് ചേരും. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ധാരാളമായി പാടിയ നിങ്ങൾക്ക് ഇത്ര വീണ്ടു വിചാരമേ ഉള്ളൂ. ഇങ്ങനെ തന്നെ അഗാധമായി സ്നേഹിച്ചു കൊല്ലുന്ന, തലയിൽ ആൾതാമസമില്ലാത്ത അന്തം അടിമകളെയാണ് പിണറായി വിജയൻ ആവശ്യം. 80-ാം വയസ്സ് പിന്നിടുമ്പോഴും കസേരയിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഈ ഭീഷ്മരെ നോക്കി മാറൂ പിണറായി പപ്പ എന്നല്ലേ ദലീമ പറയേണ്ടത്? ഈ കലിയുഗ പിണറായി പാപ്പയുടെ കയ്യിൽ ചേരുന്നത് അംശവടിയല്ല, കോടാലിയാണ്. പാപികളെയും ചുങ്കക്കാരെയും ചാട്ടവാറിനടിച്ച യേശു ഈ നെറികെട്ട പുകഴ്ത്തലിന് സമ്മാനമായി ദലീമയ്ക്കും വല്ലതും തരാതിരിക്കില്ല. എന്നാലും ദലീമേ, സഭയിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കുന്ന വടകര അംഗം KK രമയെ ഓർത്തില്ലല്ലോ. ദലീമ പാട്ടുകാരിയായി നടക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ച് നടന്നവളാണ്. അവരുടെ ഭർത്താവിനെ നിങ്ങൾ പറഞ്ഞ മാർപ്പാപ്പ എങ്ങനെയാണ് ആശീർവദിച്ചതെന്ന് അറിയാമോ? വീണ ജോർജിനെ പോലെ ദലീമയെ പോലെ മൂക്കാതെ പഴുത്ത കുറെ കമ്മി പഴങ്ങളുണ്ട് ഈ പ്രസ്ഥാനത്തിൽ. അപമാനത്തിന് പോലും അപമാനമായവർ.